തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പ്രതീക്ഷ പ്രകടിപ്പിച്ചു 24-നോട്. LDF മികച്ച വിജയം നേടും, വിവാദങ്ങൾ മുന്നണി ഒരു തരത്തിലും ബാധിക്കില്ല. ജോസ് കെ മാണിയുടെ പ്രതീക്ഷ അങ്ങനെയാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസന്റെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇത്തവണയും ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ജോസ് കെ മാണി തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ സ്ട്രാറ്റജി? കൂടുതൽ സീറ്റുകൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ശക്തമായിട്ടുള്ളൊരു മത്സരത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ഒരു 1.5 മാസം 2 മാസമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല, 14 ജില്ലകളിലും അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നു. LDF ആയിട്ടും അത് CPM ആയിട്ടും ഉള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഏതാണ്ട് ഒരു 80% ഉള്ള ചർച്ചകൾ പൂർത്തിയാക്കി, 20% ബാക്കി പൂർത്തിയാക്കാനുണ്ട്. പിന്നെ അഡീഷണൽ സീറ്റുകൾ എല്ലായിടത്തും മിക്കവാറും ഒരു 99 സ്ഥലത്തും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ സാന്നിധ്യമുള്ള ആ പ്രദേശങ്ങൾ കൂടുതൽ തരണമെന്ന് ആവശ്യപ്പെടുകയും അത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കുപോക്കുകളുടെ ഒരു അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഏതൊക്കെയാലും വലിയൊരു പ്രതീക്ഷയിലാണ് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്ന. ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് പാലാ മുനിസിപ്പാലിറ്റിയിലെ ഒരു പാർട്ടിയിലേക്ക് ലീലാമ ചേച്ചി, അവർ പാർട്ടിയിലേക്കും കുടുംബവും എല്ലാവരും പാർട്ടിയിലേക്ക്, കേരള കോൺഗ്രസ് കുടുംബത്തിലേക്ക്, ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വളരെയധികം ആളുകൾ വളരെ പ്രതീക്ഷിച്ച് എല്ലാ പ്രദേശങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്ന് പോരാടി നമുക്ക് ഏറ്റവും കൂടുതൽ ഭരണം, ത്രിതല പഞ്ചായത്ത് മേഖലകൾ ഭരണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ LDFിലേക്ക് വന്നതിന് ശേഷം പാലാ നഗരസഭയടക്കം കയ്യിലേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു. ഇത്തവണ കുറച്ചും കൂടി 5 വർഷം ഒരുമിച്ച് LDFിലെ CPM ഒക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ശക്തി കൂടി ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ താഴെ തട്ടിൽ അണികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുവെന്ന്, LDF ഒന്നിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് പറയാൻ സാധിക്കും. അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം മുന്നണിയിലേക്ക് വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ മുഹൂർത്തത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നീക്കുപോക്കുകൾ നടത്തുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോരായ്മകളുമുണ്ട്. അത് നമ്മൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ തന്നെ ആ ചർച്ചകൾ നടത്തി അണികളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അതിൻ്റെ വ്യത്യാസം. ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.